ഇന്നത്തെ വീഡിയോയിൽ വെബ് ആർട്ടിസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ വെബ് ആർട്ടിസി, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വെബ് ആർട്ടിസിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, വെബ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ. ബേസിക്കലി ഇത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് APIസും അതിനെ മാനേജ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസും ആണ്. പിന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡെവലപ്പേഴ്സിന് ഈ ഒരു APIs യൂസ് ചെയ്തിട്ട് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിങ്ങോ ഓൺലൈൻ ഗെയിമിങ്ങോ ഫയൽ ഷെയറിംഗ് ഒക്കെ പോലുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വെബ് ആർട്ടിസി APIs ഓൾമോസ്റ്റ് നമ്മുടെ മോഡേൺ ബ്രൗസേഴ്സിൽ, അതായത് ഇപ്പോൾ ക്രോം ആണെങ്കിലും ഫയർഫോക്സിലോ സഫാരിയിലോ എഡ്ജസിലോ ഒക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള സെൻട്രലൈസ്ഡ് സെർവർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് നമ്മുടെ കയ്യിൽ രണ്ട് ക്ലയൻസ് യൂസർ എയും ബിയും ഉണ്ട്. യൂസർ എക്ക് ബിയിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. ഇതുപോലെ നമുക്ക് ഡയറക്ട്ലി സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നമുക്കൊരു മിഡിൽ മാൻ സെർവറിന്റെ ആവശ്യമുണ്ടല്ലേ. ക്ലയന്റ് ചെയ്യേണ്ട ഒരു മെസ്സേജ് നേരെ സെർവറിലേക്ക് ചെല്ലും. സെർവർ ആയിരിക്കും ഈ ഒരു മെസ്സേജിനെ പ്രോസസ് ചെയ്തിട്ട് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നിട്ട് സെർവർ ഈ ഒരു മെസ്സേജിനെ ബിയിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് മനസ്സിലാവും, നമ്മുടെ ക്ലയൻസ് സെൻഡ് ചെയ്യുന്ന എല്ലാ മെസ്സേജസും മസ്റ്റ് ആയിട്ടും ഈ സെർവർ ത്രൂ പാസ് ചെയ്യണം. ഇവിടെ ഒരു ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു സെർവർ ഡിപ്പെൻഡൻസി ഉണ്ട്. ഒരിക്കലും ക്ലയൻസിന് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. നമ്മുടെ യൂസേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എക്സ്പെൻസീവ് ആണ് ഈ ഒരു പ്രോസസ്സ്. ഒരു സെക്യൂരിറ്റി റിസ്കും ഉണ്ട് ഇവിടെ. എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ സെർവർ ത്രൂ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഹാക്കിങ്ങോ ഡാറ്റ ബ്രീച്ചസോ പോലുള്ള സൈബർ അറ്റാക്സുകൾക്കും ഇവിടെ പോസിബിലിറ്റി ഉണ്ടല്ലേ. അതുപോലെ ഈ സെൻട്രൽ സെർവർ എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ കമ്മ്യൂണിക്കേഷൻ ഈ ക്ലയൻസിന്റെ ഇടയിലുള്ളത് സ്റ്റോപ്പ് ആവും. ഇവിടെയാണ് വെബ് ആർട്ടിസിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. വെബ് ആർട്ടിസി ഇപ്പൊ രണ്ട് ക്ലയൻസിന്റെ അല്ലെങ്കിൽ യൂസേഴ്സിന്റെ ഇടയിൽ ഒരു റിയൽ ടൈം പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മിഡിൽ മാൻ സെർവറിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. തികച്ചും നമുക്ക് ഒരു സെർവർ ആവശ്യമില്ല എന്ന് പറയുന്നില്ല. അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെർവർ വേണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസ്കസ് ചെയ്യാം. വൺസ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലയൻസിന് അവരുടെ ഓഡിയോസോ വീഡിയോസോ ഫയൽസോ എന്ത് വേണമെങ്കിലും ഡയറക്ട്ലി സ്ട്രീം ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു സെർവർ ത്രൂ ഈ മെസ്സേജസ് പാസ് ചെയ്യണം എന്നുള്ള ആ ഒരു റിക്വയർമെന്റ് ഇല്ല. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് എല്ലാം ഇവിടെ സോൾവ് ആവുന്നുണ്ടല്ലേ. അതായത് ലോ ലാറ്റൻസി ആയിരിക്കും, സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവില്ല, ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും റെഡ്യൂസ് ചെയ്യാം. വെബ് ആർട്ടിസി കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് സിഗ്നലിംഗ്, അത് കഴിഞ്ഞ് കണക്ഷൻ സെറ്റപ്പ് ചെയ്യാം, ഫൈനലി ഈ ഒരു ഡാറ്റ ഓഡിയോ വീഡിയോ ഈ ഒരു ഡിവൈസസിന്റെ ഇടയിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സിഗ്നലിംഗ് ആണ്. നമുക്കറിയാം, രണ്ട് ഡിവൈസസിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം അറിയണല്ലേ. അതായത് അവരുടെ തമ്മിലുള്ള IP അഡ്രസ്സ്, എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് അവർ ഷെയർ ചെയ്യുന്നത്, മീഡിയ ഓഡിയോ ആണോ വീഡിയോ ആണോ, അതിൽ ഏതൊക്കെ ടൈപ്പ് സപ്പോർട്ട് ചെയ്യും, ഈ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് അറിയണം. അപ്പൊ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെർവർ വേണം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, വൺസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ആണ്, നമുക്കൊരു സെൻട്രൽ സെർവർ വേണ്ട. പക്ഷേ ഈ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി സെർവറിന്റെ ഹെൽപ്പ് വേണം. ഈ ഒരു ഹെൽപ്പർ സെർവറിനെയാണ് സിഗ്നലിംഗ് സെർവർ എന്ന് പറയുന്നത്. ഇതൊരു മാച്ച് മേക്കർ പോലെയാണ്. തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെർവർ സ്റ്റെപ്പ് ബാക്കിയും പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡയറക്റ്റ് ആയിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രോസസ്സ്, അതായത് പിയേഴ്സ് ഡിസ്കവറിങ്ങും ഷെയറിംഗ് ഇൻഫർമേഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സിഗ്നലിംഗ് ക്ലിയർ ആയില്ലേ? ഇനി ഈ ഒരു സിഗ്നലിംഗ് പ്രോസസ്സിൽ ഈ സിഗ്നലിംഗ് സെർവർ ത്രൂ പാസ് ചെയ്യുന്ന രണ്ട് മേജർ കോമ്പോണൻസ് ആണ് SDP ഓർ സെഷൻ ഡിസ്ക്രിപ്ഷൻ പ്രോട്ടോകോൾ ആൻഡ് ICE കാൻഡിഡേറ്റ്സ്. ഇനി SDP ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഫോർമാറ്റ് ആണ്. മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷന്റെ സെഷൻ ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്ന മീഡിയന്റെ ടൈപ്പ് ഓഡിയോ ആണോ വീഡിയോ ആണോ അതോ ഡാറ്റാസ് ആണോ, പിന്നെ ഓരോന്നിന്റെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ പിയേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന എൻകോഡിംഗ് ഡീകോഡിംഗ് മെക്കാനിസം, അതായത് കോഡക്സ്, പിന്നെ നെറ്റ്വർക്ക് ഇൻഫർമേഷൻസ്, അതായത് മീഡിയ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സസ്, പോർട്ട് നമ്പർ, പിന്നെ സെഷൻ പാരാമീറ്റേഴ്സ്, അതായത് സെഷൻ ടൈമിംഗ്, കണക്ഷൻ ഇൻഫർമേഷൻസ്, എൻക്രിപ്ഷൻ കീസ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഈ ഒരു SDP ഉണ്ടാവുക. അപ്പൊ ഈ ഒരു
SDP എക്സ്ചേഞ്ചിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിഷ്യേറ്റിംഗ് പെയർ, അതായത് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന പെയർ ഫസ്റ്റ് ഒരു SDP ഓഫർ ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, അതായത് വീഡിയോ ടൈപ്പ്, കോഡക്സ് ഇൻഫർമേഷൻ, നെറ്റ്വർക്ക് ഇൻഫർമേഷൻ, സെഷൻ പാരാമീറ്റേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇത് റിസീവിംഗ് പെയർ ഇതിനെ റിസീവ് ചെയ്ത് ഒരു SDP ആൻസർ ജനറേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യും. എഗെയിൻ അത് സപ്പോർട്ട് ചെയ്യുന്ന കോഡക്സ്, മീഡിയ ഫോർമാറ്റ്സും ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മോഡിഫൈ ചെയ്യോ റിജക്ട് ചെയ്യോ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് നടക്കുന്നത് ഈ ഒരു നെഗോസിയേഷൻ സെഷൻ ആണ്. അതായത് രണ്ട് പിയറും അവരുടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓഫറിനെയും ആൻസറിനെയും കമ്പയർ ചെയ്തിട്ട് അത് രണ്ട് സൈഡിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് മീഡിയ എക്സ്ചേഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു വെബ് RTC കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കോമ്പോണന്റ് ആണ് IC കാൻഡിഡേറ്റ്സ് ഓർ ഇന്ററാക്റ്റീവ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിവൈസസിന്റെ ഇടയിലുള്ള ബെസ്റ്റ് നെറ്റ്വർക്ക് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാലോ, നെറ്റ്വർക്ക് ഒബ്സ്റ്റക്കിൾസ്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയുള്ള സെക്യൂരിറ്റി ഫയർ വാൾസോ, നാറ്റ്സ്, അതായത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ, എസ്പെഷ്യലി ലോക്കൽ IP അഡ്രസ് യൂസ് ചെയ്തിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷനെ ബ്ലോക്ക് ചെയ്യാറുണ്ടല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സെർവേഴ്സ് ആണ് സ്റ്റേൺ സെർവറും ടേൺ സെർവറും. ഇതിൽ ഫസ്റ്റ് വൺ സ്റ്റേൺ സെർവർ ആണ്, സെഷൻ ട്രാവേഴ്സൽ യൂട്ടിലിറ്റീസ് ഫോർ നാറ്റ്. അതായത് ഈ നാറ്റ് യൂസ് ചെയ്തിട്ട് വരുന്ന ലിമിറ്റേഷൻസിലെ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പബ്ലിക് സെർവർ ആണ്. അപ്പൊ ഇതിൽ സ്റ്റെൻ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് ഡിവൈസസിന് അവരുടെ പബ്ലിക് IP ആൻഡ് പോർട്ട് ഇൻഫർമേഷനെ ഫെച്ച് ചെയ്യാം. സോ ഈ പബ്ലിക് IP അഡ്രസ് ഫൈൻഡ് ചെയ്ത് നമ്മുടെ ഓപ്പോസിറ്റ് പിയറിനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റാസ് ആണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും ബ്ലോക്ക് ഇല്ലാതെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ സെർവർ ടേൺ സെർവർ ഓർ ട്രാവേഴ്സൽ യൂസിങ് റിലേ സെർവർ നാറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്റ്റേൺ പ്രോട്ടോകോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നാറ്റ് അല്ലെങ്കിൽ ഫയർവാൾ പോളിസീസ് ഒക്കെ വരുമ്പോൾ ഫെയിൽ ആവും. ആ കേസിൽ നമുക്ക് ഈ ടേൺ സെർവേഴ്സിനെ യൂസ് ചെയ്യാം. അതായത് ഒരു വിധത്തിലും നമുക്ക് ഈ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഡിവൈസസിന്റെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടേണിന് നമുക്കൊരു ഫോൾ ബാക്ക് മെക്കാനിസം ആയിട്ട് ഇൻ ബിറ്റ്വീൻ ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഈ IC കാൻഡിഡേറ്റ്സ് വെബ് RTC കണക്ഷനിലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാത്താണ്. സ്റ്റെൻ സെർവർ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് IP അഡ്രസ്സസ് ഫൈൻഡ് ചെയ്യാം. നമുക്ക് നാറ്റിനെ ഒരു വിധത്തിൽ ഓവർകം ചെയ്യാം. അവിടെ അത് ഫെയിൽ ആവുന്ന കേസിൽ ഒരു വിധത്തിലും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലെങ്കിൽ ഡാറ്റ റിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ യൂസ് ചെയ്യാം. ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമുക്ക് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് സിഗ്നലിംഗ് പ്രോസസ്സാണ്. അവിടെ നമുക്കൊരു സിഗ്നലിംഗ് സെർവർ ഉണ്ട്. അവിടെ SDP-യും അതുപോലെ തന്നെ IC കാൻഡിഡേറ്റ്സും ജനറേറ്റ് ചെയ്ത് പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഒബ്സ്റ്റക്കിൾസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെണ്ണും ടേണും സെർവേഴ്സ് ഉണ്ട്. സ്റ്റെൺ ഫെയിൽ ആവുന്ന കേസിൽ ടേൺ സെർവർ നമ്മൾ യൂസ് ചെയ്യാം. വൺസ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. പിന്നെ നമുക്കൊരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സെർവറിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഈ രണ്ട് യൂസേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവരുടെ ഓഡിയോസ്, വീഡിയോസ്, ഡാറ്റാസ്, ഫയൽസ് ഒക്കെ സ്ട്രീം ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു വെബ് RTC യൂസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ചാറ്റ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ SDKs അവൈലബിൾ ആണ്, അതും യൂസ് ചെയ്യാം കേട്ടോ.